അസ്സലാമു അലൈക്കും. വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് ഇന്ന്. മെഹറാജ് ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെല്ലാൻ പറ്റിയ നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവാൻ വേണ്ടി, നിങ്ങൾക്ക് ഇസ്സത്ത് ഉണ്ടാവാൻ, നിങ്ങൾക്ക് സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ, ആരോഗ്യ ആയുസ് എല്ലാം ഉണ്ടാവാൻ, രോഗങ്ങൾ ശിഫയാവാൻ, ഇതിനൊക്കെ വേണ്ടി എല്ലാത്തിനുള്ള സ്വർഗത്തിലെ നിധിയായ ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. മെഹറാജ് ദിനത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാലോ അല്ലേ? അപ്പോൾ ഇനി ആ ദിക്റിനെ കുറിച്ച് കേൾക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതായ കാര്യങ്ങൾ നമ്മളെപ്പോഴും ചൊല്ലുന്നതായിരിക്കും. എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു ദിക്റാണ് ലാ ഹൗല, സ്വർഗത്തിലെ നിധിയായ ലാ ഹൗല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഈ ദിക്ർ മെഹറാജ് ദിനത്തിൽ രാത്രി ഇരുന്ന് ആരോട് സംസാരിക്കാതെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്കിന് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട, എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ഇത് ഈ ഒരു ദിവസത്തിൽ മാത്രമേ ചൊല്ലിയാൽ ഫലം കിട്ടൂ എന്നല്ല, എന്നും ചെല്ലാം, എപ്പോഴും ചെല്ലാം. എപ്പോഴും ഈ ദിക്ർ വർദ്ധിപ്പിക്കുന്നത് എത്രയും നല്ലതാണ്. പക്ഷേ ഈ ദിനത്തിനുള്ള പ്രത്യേകത ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് ഇന്ന് രാത്രി ഇങ്ങനെ ചൊല്ലിയാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും. അപ്പോൾ ദിക്ർ കേട്ടല്ലോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. പിന്നെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ വയ്യ. ഒരു 5-6 ദിവസം മുന്നെയാണ് വീഡിയോ ഇട്ടത്. അതുപോലെ നമ്മുടെ യൂട്യൂബിലുണ്ടായിരുന്ന, ഞാൻ അതിന് മുന്നേയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫാത്തിമ ജസിയ എന്ന കുട്ടി മിനിഞ്ഞാന്ന് മരണപ്പെട്ട വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു വിചാരിക്കുന്നു. ആ കുട്ടിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ദുനിയാവിൽ നിന്ന് ഒരുപാട് വേദനകൾ സഹിച്ചതാണ്. ക്യാൻസറിൻ്റെ വേദന എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. പിന്നെ വാപ്പല്ലാതെ ജീവിച്ച് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനും പറ്റിയില്ല. ദുനിയാവിലൊരു സുഖം കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും കുട്ടിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണേ. പിന്നെ എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യണം. ആവശ്യമുള്ളവരിലേക്ക് വീഡിയോസ് എത്തിക്കണം. അറിവ് പകർന്നു കൊടുക്കൽ സ്വതക്കെയാണല്ലോ. അസ്സലാമു അലൈക്കും.